നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ബാലിന്റെയും ഗോമതിയുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. നെറ്റ് ഇഷ്യൂസ് കാരണമാണ്. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്തിന് വീഡിയോസ് ഒക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. അലോകിന്റെ ഊഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അൻസറയെ വിസ്തരിക്കാനായിട്ട് കയറ്റി. അങ്ങനെ അൻസറയുടെ കാര്യങ്ങളൊക്കെ വക്കീല് ചോദിക്കുകയാണ്. അൻസറയുടെ വക്കീല് തന്നെ ചോദിക്കുകയാണ്, അല്ല നിങ്ങള് തട്ടിക്കൊണ്ടു പോയതാണോ അലോക് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അൻസറ ഉള്ള കാര്യം പറഞ്ഞു. അതെ, എന്നെ തട്ടിക്കൊണ്ടു പോയതാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യം, ആ കാര്യങ്ങളൊന്നും വിശദീകരിക്കാവെന്ന് ചോദിച്ചു കോടതിയില്. അൻസറയ്ക്ക് പിന്നെ ഒന്നും നോക്കേണ്ടതില്ലായിരുന്നു, ഒന്നും ചിന്തിക്കേണ്ടതില്ലായിരുന്നു. ഈ സമയത്ത് അലോക് ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് അൻസറയെ നോക്കുന്നത്. അപ്പോഴേക്കും അൻസറി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എൻ്റെ കല്യാണമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് അലോകിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അലോക് ചതിയനാന്ന് ഞാൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഞാൻ അലോകുമായിട്ട് യാതൊരു ബന്ധത്തിന് പോയിട്ടില്ല. കാരണം ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കല്യാണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവ കുറേ പണികളൊക്കെ ചെയ്തു നോക്കി. പിന്നീട് എന്നോട് പറഞ്ഞു, മര്യാദയ്ക്ക് നീ എൻ്റെ അടുത്തേക്ക് വരണം, എന്നോട് മാപ്പ് പറയണം. അത് മാത്രമല്ല എൻ്റെ കുറെ ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്ത് അവൻ എനിക്ക് ഇട്ടു തന്നു. ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പ്രചരിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഒടുവിൽ മാപ്പ് പറയുവാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ വിളിച്ചു വരുത്തി. ഞാൻ അവനെ വിശ്വസിച്ച് അവിടേക്ക് ഇറങ്ങിച്ചെന്നു. കല്യാണത്തലേന്നാണ്. ചെന്ന് കഴിഞ്ഞ് ഞാൻ അവനോട് മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരണ സമയത്ത് അവൻ എന്ത് ചെയ്തു? അവന് പെട്ടെന്ന് തന്നെ അവന്റെ കുറെ ആൾക്കാരെയും കൂടെ വിളിച്ചു. അവന്റെ കുറെ ആൾക്കാരും കൂടെ വന്ന് എന്നെ അവിടുന്ന് തട്ടിക്കൊണ്ട് പോവുക വെച്ചേ. അങ്ങനെ ആളില്ലാത്ത ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ കൊണ്ടുപോയി എന്നെ അവിടെ ബലമായിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടു. പിന്നീട് നടന്ന എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവന്റെ ഉദ്ദേശലക്ഷ്യം വേറെയായിരുന്നു, എന്റെ കല്യാണം മുടക്കാന്നുള്ളത് മാത്രമായിരുന്നു. പിറ്റേ ദിവസം അവൻ എന്നെയും കൊണ്ട് കല്യാണം നടക്കുന്ന എൻ്റെ വീട്ടിലേക്ക് വന്നത്. അവിടെ ചെറുക്കൻ്റെ കൂട്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ കുടുംബത്തെ എല്ലാവരും അഭിമാനിക്കാനായിരുന്നു അവൻ്റെ ശ്രമം. അതിനുശേഷം പിന്നീട് ഉണ്ടായ ഓരോ കാര്യങ്ങളും അനുസരിച്ച് വിശദമായിട്ട് തന്നെ കോടതി വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒബ്ജക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോകിന്റെ വക്കീൽ വന്നു. പക്ഷേങ്കിൽ ജഡ്ജി സമ്മതിച്ചില്ല. അനുസരി പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതി ജഡ്ജിക്ക് ഏകദേശം ബോധ്യപ്പെട്ടു. കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അനുസരി പറഞ്ഞ്. ബാലൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതി ബോധ്യപ്പെടുത്തണം, കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവുന്ന. അങ്ങനെ അന്നത്തെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞു. കോടതി വിധി പറയാനായിട്ടും വീണ്ടും വേറൊരു ദിവസത്തേക്ക് കേസ് മാറ്റി വെക്കുവാണ്. അങ്ങനെ കോടതി നിന്ന് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അലോകിനെ വീണ്ടും ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അന്ന് അലോകിന് ജാമ്യമൊന്നും കിട്ടിയില്ല. അലോക് വീണ്ടും ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടി കോടതിക്ക് പഠിക്കേണ്ട, അതിനൊക്കെ ശേഷം മാത്രമേ വിധി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അലോകിനെ അങ്ങോട്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് അലോക് അനുസരി ഒന്ന് നോക്കി. അപ്പോഴേക്കും അനുസരിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അലോകിനെ വീണ്ടും ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. ഇവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോഴേക്കും അലോക് പെട്ടെന്ന് പോലീസുകാരനോട് പറഞ്ഞു, സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ അനുസരിയുടെ അടുത്തേക്ക് പാഞ്ഞു വരുവാണ്. അപ്പോഴേക്കും ആരും കയറി തടഞ്ഞു. അലോകിനെ തടഞ്ഞു. ആരും പേടിച്ചു പോയി, ഇനി ഇവളെ എന്തെങ്കിലും ചെയ്യാൻ വരുന്നതാണെന്ന്. പിന്നെ കയ്യാമ്മ വെച്ചോണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. ആ സമയം ബാലൻ ആരിന്റെ കയ്യിലേക്ക് പിടിച്ചു മാറ്റി. അപ്പോഴേക്കും അലോക് അനുസരിയോട് പറഞ്ഞു, സോറി എന്ന് പറഞ്ഞു. സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തു പോയതിന് എന്നോട് ക്ഷമിക്കണം, സോറി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അത് അലോകിന്റെ ഒരു നമ്പറാണോ എന്ന് അറിയത്തില്ല. അനുസരി ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി. ഈ സമയത്ത് കോമതി പറഞ്ഞു, മോളെ നീ ഇതൊന്നും കേട്ട് വിശ്വസിക്കുമെന്നും വേണ്ട. അവന് ജീവപര്യന്തരം കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടണം. അവനും അവന്റെ വീട്ടുകാരും എല്ലാരും കൂടെ ചേർന്നിട്ട് നമ്മളെ നാണം കെടുത്താൻ ശ്രമിച്ചേ. കോടതിയിൽ എന്തൊക്കെയാ പറഞ്ഞേ? അവൻ കുറ്റം നിഷേധിക്കുമല്ലേ ചെയ്തേ, അവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവനിപ്പോ സോറിയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഈ സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് കേരള ജീപ്പിൽ നിന്നും പറഞ്ഞുകൊണ്ട് അലോകിനെ അങ്ങ് തള്ളി കയറ്റാൻ തുടങ്ങുമ്പോ അച്ഛൻ പറഞ്ഞു, സാറേ എന്റെ അവൻ ഇങ്ങനെ ഉന്തി തള്ളി കയറ്റേണ്ട കാര്യമൊന്നുമില്ല, അവൻ കേറിക്കോളൂന്ന് പറഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്കടോ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതനോട് ദേഷ്യപ്പെട്ടു. പിന്നീട് പോലീസ് ജീപ്പ് അങ്ങോട്ട് വാഞ്ഞുപോയി. അച്യുതന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് അനന്തരം കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോഴേക്കും അച്യുതൻ ബാലന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എടാ ബാല, നീ നിന്റെ കുടുംബം അനുഭവിക്കാൻ പോകുന്നുള്ളൂ. എൻ്റെ മോനെ വീണ്ടും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുക. നിന്റെ മകളുണ്ടല്ലോ ഈ നിൽക്കുന്ന അനു, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കൂടാ. ബാലൻ പറഞ്ഞു,
നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു വച്ചതാ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. എവിടെ സത്യം മാത്രമേ ജയിക്കുള്ളൂ. കള്ളത്തരം കാണിച്ച അതേ കാലമൊന്നും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു. കോടതി എന്താണെങ്കിലും നിന്റെ മകനെ വെറുതെ വിടില്ലടാ. കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ തന്നെ അവന് കിട്ടുക തന്നെ ചെയ്യും. അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും. എന്റെ മോൾക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനന്തൻ അച്യുതനോട് പറഞ്ഞു, വാച്ചതെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകണം. ഈ സമയത്ത് അനുസരിയുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു, അതെ, പേടിക്കൊന്നും വേണ്ട. ഇനി അധികം വൈകാതെ കോടതി വീണ്ടും വിളിപ്പിക്കും. അപ്പൊ വിധിയും കാര്യങ്ങളൊക്കെ വരും. ആ സമയം കോമതി പറഞ്ഞു, ഇനി എത്ര കാലം ഇങ്ങനെ വരേണ്ടി വരുമെന്ന് അറിയത്തില്ലല്ലോ. ഒരു പക്ഷെ വിധി പറയാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കയറി ഇറങ്ങേണ്ട വരത്തില്ലേ. വക്കീൽ പറഞ്ഞു, കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അനുസരി പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ടാണ് വക്കീൽ പോകുന്നത്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, നീ പേടിക്കേണ്ട ഗോമതി, എന്തിനാ വിഷമിക്കണേ, നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. എന്നാലും ബാലേട്ട, ഇവിടെ ഒരു പെണ്ണല്ലേ, കോടതി കയറി ഇറങ്ങുമ്പോൾ എന്തായിരിക്കും, നാളെ ഇവൾക്കൊരു ഭാവിയുള്ളതാ. ആൾക്കാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കത്തില്ലേ, ഒരു നല്ല ആലോചന. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അമ്മയ്ക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, ആലോചന. ആദ്യം ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവട്ടെ. അനുസരി പറഞ്ഞു, അമ്മേ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അനുസരിയുടെ മൈൻഡേ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ബാലൻ പറഞ്ഞു, ഭാ ഗോമതി, ഇനി ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരങ്ങോട്ട് പോവണം. അപ്പോഴും അനുസരിയുടെ മനസ്സിലേക്ക് അലോക് തന്നോട് വന്ന് മാപ്പ് പറഞ്ഞ കാര്യമാണ്. ഇനി അവനും വല്ല മനംമാറ്റം ഉണ്ടായി കാണുമോ, തന്നോട് ചെയ്ത് തെറ്റാന്ന് അവന് തോന്നി കാണുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പറയാൻ പറ്റില്ല. അലോകിന്റെ കാര്യമല്ലേ, അവൻ അടുത്ത തന്ത്രമായിട്ട് ഇറങ്ങിയേക്കുന്നതാണെന്നറിയില്ല, അവന് തോന്നിക്കാണും. ഇനിയിപ്പം അനുസരിയുടെ കയ്യെ കാലെ വീണാലോ തനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂന്ന് അവളുടെ മനസ്സ് മാറ്റാനായിട്ട് അവൻ ശ്രമിച്ചത്. ഈ സമയത്ത് അലോകരം കൂട്ടി അച്യുതം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രാജശ്രീയുടെ അടുത്തേക്ക് അച്യുതനും അനന്തനും കൂടെ വരുവാണ്. അങ്ങനെ അച്യുതനും അനന്തനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രാജശ്രീ നോക്കിയിട്ട് ചോദിച്ചു, എന്തിയെ അലോക് എന്തിയെന്ന് ചോദിച്ചു. അത് പിന്നെ അലോക് ജയിലിലേക്ക് പോയെന്ന് പറഞ്ഞു. ജയിലിലേക്കോ? അപ്പൊ അവനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവന് ജാമ്യം കിട്ടും, അവൻ നിരപരാധിയാണെന്ന് തെളിവെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അച്യുതേട്ടാ, ആ രവിവർമ്മ വക്കീൽ ആളും മിടുക്കനാന്നല്ലേ പറഞ്ഞേ. അയാൾ വാദിച്ചു, പക്ഷേങ്കില് ശക്തമായ മൊഴിയാണ് അൻസറി കൊടുത്തത്. നമ്മുടെ മോനെ കുറ്റക്കാരനായിക്കൊണ്ടാണ് അവൾ കോടതി മൊഴി കൊടുത്തത്, അതുകൊണ്ട് അവന് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും രാജശ്രീക്ക് സഹിച്ചില്ല. രാജശ്രീ പറഞ്ഞു, ഇനിയും കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ ദേവമാലം കത്തിക്കും, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകുക. അതും പറഞ്ഞുകൊണ്ട് രാജശ്രീ പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇന്ദിരാമ്മ അങ്ങോട്ട് വന്ന് തടഞ്ഞു. രാജശ്രീ, നീ ഇതെന്താ കാണിക്കണേ, ഒന്ന് അടങ്ങി നിൽക്കവിടെ. ദേ അമ്മ എന്നെ തടയണ്ട. അമ്മയ്ക്ക് അമ്മയുടെ മകളും മരുമോനും ഒക്കെ വലുതായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എൻ്റെ മകനാണ് വലുത്, അവന് വേണ്ടി എന്നും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ദിരാമ്മ പറഞ്ഞു, രാജശ്രീ നീ വെറുതെ ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കി അറിയാലോ അടുത്ത് എന്താ സംഭവിക്കണേന്ന്. ഒരു പ്രശ്നം കഴിഞ്ഞുള്ളൂ, ഇനി വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വിപത്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, രാജശ്രീ നീ ഒന്ന് അടങ്ങ്, ഇനി എന്താണെങ്കിലും ദിവസങ്ങളുണ്ടല്ലോ, അവനെ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടൊരു കാര്യമില്ല. രാജശ്രീ പറഞ്ഞു, അങ്ങനെ രാജശ്രീ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ മോന് അവനെ കൊണ്ടിരുന്ന് കരുതിയാൽ ഞാനിരുന്നേ, എനിക്ക് പലതൊന്നുമില്ല, ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അനന്തേണ്ണന്റെ മോളുടെ വീട്ടുകാരും മോളും ഒക്കെ ആയിരിക്കും വലുത്, പക്ഷെ എനിക്ക് എൻ്റെ മോൻ്റെ ജീവിതമാണ് വലുത്. അതിനുവേണ്ടി എന്തും ചെയ്യാനായിട്ട് ഞാനിപ്പോൾ തയ്യാറായിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ രാജശ്രീക്ക് ഒന്നും നോക്കാനില്ല എന്നും പറഞ്ഞൊരു കലിതുള്ളി രാജശ്രീ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അനുസരിക്ക് നല്ല ടെൻഷനാവും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അനുസരിക്ക് പേടി തോന്നും, ഇനിയിപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.